ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഋതുബേബിക്ക് ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് പുറത്ത് പോകാനും ആളുകളെ കാണാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. ആൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ അച്ഛനുണ്ടല്ലോ കൂടെ. അഴീക്കോട് നടക്കുന്ന ബീച്ച് ഫെസ്റ്റ് കാണാൻ പോയാലോ? ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട് വിഷ്ണുവും നികിതയും അവരുടെ ബേബി വംശികയുണ്ട്. 80 രൂപയാണ് ടിക്കറ്റിന്. ഫസ്റ്റ് തന്നെ ഈ ഒരു ഗോസ്റ്റ് റൂമാണ്. സംഭവം കുറച്ച് ഡമ്മി പീസുകൾ വെച്ചിട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരാൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തലയിട്ട് നിന്ന് പേടിപ്പിക്കും. ഫ്രണ്ടിൽ പോയ 2 ചേച്ചിമാർ അത് കണ്ട് ശരിക്കും പേടിച്ചായിരുന്നു. പിന്നെ വേറെ അത്രയ്ക്ക് കാണാനൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഇരുട്ടുമുറി അത്രേ ഉള്ളൂ. കുറച്ച് സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോബോട്ടിക് അനിമൽസിൻ്റെ ഏരിയയാണ്. കുഞ്ഞു പിള്ളേർക്ക് നല്ല ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. അനിമൽസിൻ്റെ സൗണ്ടും അതുപോലെ ചെറിയ മൂവ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. അത്രയേ ഉള്ളൂ. ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം അനിമൽസിനെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ അവർ കാർഡിൻ്റെ എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് പിക്ചർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കയറുമ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഫീലൊന്നുമില്ല. അനിമൽസൊക്കെ അത്ര റിയലിസ്റ്റിക് ആണോ എന്ന് വെച്ചാൽ അല്ല. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നാലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ട്. ചെറിയ ചെറിയ ഐറ്റംസ് ആണെങ്കിലും അവർ നല്ല രീതിയിൽ തന്നെ അത് ഡിസ്പ്ലേ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വെക്കേഷൻ ടൈമിൽ ഇവിടെ പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇതൊക്കെ കാണുകയും ചെയ്യാം. ബീച്ചിൽ അത്യാവശ്യം ടൈം എൻജോയ് ചെയ്യുകയും ചെയ്യാം. നമുക്കധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. പേരൻസിന് ഇത് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അതൊരു 50-50 എന്ന് പറയേണ്ടി വരും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെറ്റ്സിൻ്റെ ഒരു ഏരിയയാണ്. ഞങ്ങൾ പോയപ്പോൾ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എത്ര ടൈം വേണമെങ്കിലും നിന്ന് വിശാലമായിട്ട് ഓരോന്ന് കാണാനും അതുപോലെ കുഞ്ഞിനെ കളിപ്പിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി വരുന്നതായിരുന്നു പെറ്റ്സിൻ്റെ സെക്ഷൻ. കുറച്ച് ബേർഡ്സും ഫിഷും അലിഗേറ്റർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഇഗ്വാന, സ്നേക്സ്, ഇങ്ങനെ കുറച്ച് ഐറ്റംസാണ് അവിടെ ഉള്ളത്. പിന്നെ ഷുഗർ ഗ്ലാഡറൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്നിട്ട് വേണമെങ്കിൽ സെൽഫി എടുക്കാനും പറ്റുമായിരുന്നു ഈ സ്നേക്കിനും അതുപോലെ ഇഗ്വാനേനെയൊക്കെ കൈ പിടിച്ചുകൊണ്ട്. പല വെറൈറ്റി ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കോഴികൾ, പ്രാവ്, പിന്നെ ഫിഞ്ചസ്, ലവ് ബേർഡ്സ്, കാടക്കോഴിയുടെ മറ്റേ ചെറിയ മിനി ടൈപ്പൊക്കെ അല്ലേ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അലങ്കാരക്കോഴികളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കും പെറ്റ്സിനെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതൊക്കെ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ബേബി അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പ്രായമാവാത്തതുകൊണ്ട് ഈ പെറ്റ്സിനെയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് ചിരിക്കുന്ന അവരെ വിളിക്കണ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ 2 കിറ്റൻസ് നല്ല അടിപൊളിയായിരുന്നു. 2 പേരും കളിക്കുകയാണോ കടിപിടി കൂടുകയാണോ എന്ന് മനസ്സിലായില്ല. പെറ്റ്സിൽ കുറച്ച് വെറൈറ്റികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രോഗും അതുപോലെ ഈ 8 തേള് അതൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ എനിക്ക് കുറച്ച് ഓക്വേർഡായിട്ട് തോന്നിയായിരുന്നു. പിന്നെ ഈ ഒരു വെള്ളരിക്കുട്ടൻ ഉണ്ടായിരുന്നു. പോരാതെ പാമ്പുകളും. പിന്നെ ഇഗ്വാന അങ്ങനെയൊക്കെ ആയിരുന്നേ. നമുക്ക് ഒരു 50 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇഗ്വാനയുടെ കൂടെയും സ്നേക്കിൻ്റെ കൂടെയൊക്കെ നിന്ന് സെൽഫി എടുക്കാൻ പറ്റും. ഇഗ്വാനയുടെ ഓണർ ഉണ്ടെങ്കിൽ ഇഗ്വാനയുടെ കൂടെ, സ്നേക്കിൻ്റെ ഓണർ ഉണ്ടെങ്കിൽ സ്നേക്കിൻ്റെ കൂടെ എടുക്കാം. അവരുടെ ഓണേഴ്സ് തന്നെയാണ് നമുക്ക് അവരുടെ അടുത്ത് കയ്യിൽ വെച്ച് തരുന്നതൊക്കെ. എല്ലാ ഐറ്റത്തിനും ഒരു നെയിം ലേബൽ ചെയ്തിട്ടൊന്നുമില്ല.
പക്ഷെ ചില വെറൈറ്റി ഐറ്റംസിനൊക്കെ അവർ നെയിം ലേബൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവിനെ കാണാൻ എന്തോ ഒരു പ്രത്യേകത ഇല്ലേ? അതിൻ്റെ ഫെദറാകെ ചുരുണ്ടുകൂടി ഇരിക്കുകയാണ്. ഈ പെറ്റ്സിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. കാണാൻ നല്ല രസമുണ്ടായിരുന്നു, അത്ര തന്നെ. പെറ്റ്സിനൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നെ ഉപദ്രവിക്കാത്ത ഐറ്റംസിനൊക്കെ എനിക്കിഷ്ടമാണ്. എനിക്ക് കൂടുതലും പെറ്റ്സായിട്ട് ഫിഷിനെയാണ് താല്പര്യം. ഇത് ഫിഷിൻ്റെ സെക്ഷനാണ്. അത്രയധികം വെറൈറ്റി ഫിഷസ് ഒന്നുമില്ല, എന്നാലും കുറച്ച് ഐറ്റംസും നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് ഐറ്റംസൊക്കെ തന്നെ. പിന്നെ അലിഗേറ്ററൊക്കെ ഉണ്ടായിരുന്നു. അതാകെ ചെളി പിടിച്ച വെള്ളത്തിലായതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ സെൽഫി വിത്ത് എക്സോട്ടിക് പെറ്റ്സ് എന്നുള്ളത് കണ്ടപ്പോൾ നമ്മുടെ നികിതയ്ക്കൊരാഗ്രഹം ഈ പാമ്പിനൊന്ന് കയ്യിലെടുത്താൽ കൊള്ളാന്ന്. ആദ്യം ആളതിനെ തൊട്ട് തലയോടെയൊക്കെ നിന്നായിരുന്നു. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു കൊച്ചു വരുവേ, അവൻ നല്ല സിമ്പിളായിട്ട് ഈ പാമ്പിനെ എടുത്ത് കയ്യിലൊക്കെ വെക്കുന്ന കണ്ടപ്പോൾ ആൾക്കും കുറച്ചും കൂടെ ഒരു ധൈര്യമായിരുന്നു. പിന്നെ അവർക്ക് പെറ്റ് ഷോപ്പും പെറ്റിനെ കുറിച്ചൊക്കെ നല്ല ഗാഢമായിട്ട് അറിയാമെന്ന് തോന്നുന്നു. അവൻ്റെ അച്ഛൻ കാര്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ അച്ഛൻ്റെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ അതിനെ വെച്ച് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവനൊരു വികാരമില്ലാതാണ് പെട്ടെന്ന് തോന്നുന്ന കയ്യിലെടുത്ത് ആള് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നികിതയും പാമ്പിനെ കയ്യിലെടുത്തിട്ടുണ്ട്. വിഷ്ണുവേട്ടനൊട്ടും വിട്ടുകൊടുത്തില്ല, ആള് പാമ്പിനെ കയ്യിലെടുത്തായിരുന്നു. പിന്നെ വിഷ്ണുവേട്ടന് പെറ്റ്സിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ അറിയാട്ടോ. അവിടെ കാണുന്ന ഓരോ വെറൈറ്റിനെ കുറിച്ചും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആള് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഈ എക്സ്പോൻ്റെ ഉള്ളിൽ ആകെ ആ ഗോസ്റ്റ് റൂമും പിന്നെ ആ ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒരു ഏരിയയും പിന്നെ ഈ പെറ്റ്സിൻ്റെ ഏരിയയും, അങ്ങനെ ഈ ഒരു 3 ഏരിയ മാത്രമേ ഉള്ളൂ. 80 രൂപയ്ക്ക് വർത്താണോന്ന് വെച്ചാൽ ആണ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇതേപോലെ കുറച്ച് ഐറ്റംസും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. മരണക്കിണറും പിന്നെ ഈ ആകാശവഞ്ചിയും യന്ത്രൂഞ്ഞാലും ഒക്കെ ഉണ്ടായിരുന്നു. അധികം റേറ്റും കാര്യങ്ങളൊന്നുമില്ല, നോർമൽ റേറ്റും കാര്യങ്ങളാണ്. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കടകളും ടീ കൗണ്ടറുകളും ഫുഡിൻ്റെ ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള ഐറ്റംസ് കിട്ടും. പിന്നെ ഈ കുഞ്ഞ് പട്ടം വിൽക്കുന്ന കടയും അതുപോലെ ഉപ്പിലിട്ടതും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഓരോ കരിമ്പിൻ ജ്യൂസും പിന്നെ കോളിഫ്ലവർ ഫ്രൈയും ഒക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. ഋതു ബേബി സെക്കൻഡ് ടൈമാണ് ബീച്ചിലേക്ക് വരുന്നത്. ഒരു 3 മന്തുള്ള ടൈമിൽ ഞങ്ങൾ സെയിം ഈ അഴീക്കോട് ബീച്ചിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനും സുജിയും ഋതു ബേബിയും ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ആൾക്ക് 8 മന്തായി. ആളെ പിടിച്ച് നിൽക്കാനും അതുപോലെ മുട്ടിലഴയാനൊക്കെ തുടങ്ങി. എന്ത് പെട്ടെന്നല്ലേ കുട്ടികൾ വലുതാവുന്നേ. ഇപ്പം ഋതു ബേബി കുറച്ചുകൂടെ ബീച്ചൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. വെള്ളം വരുമ്പോൾ ആൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. എത്ര ടൈം കണ്ടാലും എത്ര നേരം ഇരുന്നാലും നമുക്ക് ബീച്ച് അങ്ങനെ ബോറടിക്കില്ല അല്ലേ. മാത്രമല്ല നമുക്ക് ഏത് ഫീലിങ്സ് ആണെങ്കിലും ബീച്ചിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരാശ്വാസമാണല്ലേ. ഹാപ്പിനെസ് ആണെങ്കിലും സാഡ് ആണെങ്കിലും നമുക്ക് ഒരുപോലെ തന്നെ ബീച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു റിലാക്സേഷൻ തന്നെയാണല്ലേ ബീച്ച്. തിരകളിങ്ങനെ പതഞ്ഞു വരുന്നതും പിന്നിലേക്ക് അതിവേഗം വലിഞ്ഞു പോകുന്നതൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ഇനി ഞങ്ങളുടെ ടേണാണ്. ഞാനും നികിതയും കൂടി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, വെറുതെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. ഞങ്ങളുടെ 2 പേരുടെയും വൈബ് ഏകദേശം സെയിം ആണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നതും വെക്കേഷന് പോകുന്നതും ഒക്കെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടായിരിക്കും അല്ലേ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിക്കുന്ന ടൈമിൽ പോകുന്ന വെക്കേഷനുകളും സ്കൂൾ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കൊല്ലത്തിലൊരിക്കലും നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടാലായി അല്ലേ. ഇനി ഞാനും ഋതു ബേബിയും കുറച്ച് നേരം ബീച്ചൊന്ന് എൻജോയ് ചെയ്യട്ടെ. ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചാൽ നമുക്കത് ഇനി പിന്നീട് നോക്കുമ്പോൾ
കണ്ടിരിക്കാനും ഋതുബേബി വലുതാവുമ്പോൾ കാണിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു വയ്ക്കാറുണ്ട്. കുറേ വീഡിയോസൊക്കെ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ടൈമില്ലാത്തത് കൊണ്ടും പിന്നെ എടുത്തു തരാൻ ആളില്ലാത്തത് കൊണ്ടൊക്കെ എനിക്കെടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ എൻ്റെ ഗാലറിയിലുള്ളൂ. കുഞ്ഞുങ്ങളായ അമ്മമാർ പുറത്തേക്ക് പോകുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ കുറയില്ലേ? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പൊടിക്കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ വീട്ടുകാർ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. പിന്നെ കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കണം, ഫീഡ് ചെയ്യാൻ പറ്റണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണമല്ലേ പോകാനായിട്ട്. ക്ലൈമറ്റ്, വെതർ, അങ്ങനെ പല കാര്യങ്ങളും അല്ലേ. കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ അമ്മമാർ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടില്ലേ? എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, പക്ഷെ ഭൂരിഭാഗം ആളുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഹസ്ബൻഡ് അബ്രോഡ് ഉള്ളവരൊക്കെ അവർ വരുന്നവരെ കാത്തിരിക്കണമല്ലേ എങ്ങോട്ടെങ്കിലൊക്കെ പോവാനായിട്ട്. കുഞ്ഞുങ്ങളായാലും നമ്മൾ ഗേൾസ് നമുക്ക് വേണ്ടി കുറച്ച് മീ ടൈമും അതുപോലെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്ക് പുറത്ത് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈമൊക്കെ കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ വല്ലാത്തൊരു ബ്ലൈൻഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. വർക്കിംഗ് വുമൻസ് വർക്കിൻ്റെയും ഫാമിലിയുടെയും ടെൻഷനും, വർക്കിന് പോകാൻ പറ്റാത്തവർക്ക് അതിനെ പോകാൻ പറ്റാത്തതിൻ്റെ ടെൻഷനും ഒക്കെ ആയിട്ട് ആകെ മൊത്തം ടെൻഷൻസ് ആണല്ലേ. പോരാത്തതിന് നാട്ടുകാരും വീട്ടുകാരും ടെൻഷൻ എടുപ്പിക്കാൻ ഓരോ കാരണങ്ങളും തരും. അപ്പം നമുക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞ് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് കാമാവാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ട്രിപ്പുകളൊക്കെ നല്ലതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു.